ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാനിന്ന് രാവിലെ തന്നെ എനിക്ക് പോയി ഒരു വീഡിയോ കണ്ടു. അതായത് ഞാൻ ഇന്നലെ ആറാട്ടൻ്റെ വീട്ടിൽ പോയി. പുള്ളിയുടെ അമ്മയും ആറാട്ടനും പറഞ്ഞ കാരണം ഞാൻ അവരുടെ പോസ്റ്റർ കയറി. ആ വീടിൻ്റെ മറ്റേ മതിലുമ്പോൾ തന്നെ ഒട്ടിച്ച് വെച്ചാണ് ഒരു തുണ്ടുപടത്തിൻ്റെ ഒരു പോസ്റ്റർ കയറി. അപ്പോൾ അതിനെ പ്രതിഷേധിച്ച് ആട്ടായം തോന്നുന്നു, ആട്ടായത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അത് നിങ്ങൾ കണ്ടു നോക്കി. കണ്ടു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അതിൽ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയാം, അതിനിടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. കാരണം ഇത്രയും രണ്ടിത്തരം, അതായത് ഒരാളുടെ വീടിൻ്റെ മറ്റേ ഫ്രണ്ട് മതിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ തുണ്ടു വീഡിയോയുടെയൊക്കെ പോസ്റ്റർ പതിപ്പിക്കണമെന്ന് പറഞ്ഞാലേ എന്തുട്ടാ അത് അവരുടെ വീട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ടായി. കാരണം പുള്ളിയുടെ അമ്മ തന്നെ പറഞ്ഞത് അത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറഞ്ഞു. ഞാൻ ഒഴിവാക്കി. എന്നാൽ ആർക്കാണ് ചോദിക്കാനുള്ളവർ നേരിട്ട് ചോദിക്കാൻ നമുക്ക് പറയാം. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നമുക്ക് പറയാം. അത് ഞാൻ പറയാം. അഭിലാഷ് ചേട്ടാ, എന്താണ് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മുടെ ലിബില്ലി ആറാട്ടന്റെ വീട്ടിൽ പോയിട്ട് കണ്ടില്ലേ, വേരെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് നമ്മുടെ സാഹിത്യ പുത്തന്നെ കാണിക. അപ്പൊ അത് നമ്മുടെ അവഞ്ചേഴ്സ് പരിപാടിയും ആറാട്ടണ്ണനും ലൈറ്റും വിഷ്ണു പറ്റിക്കാരനും കൂടി ഒട്ടിച്ചൊരു സംഭവമാണ്. അതെ, അവരൊരു വർക്കാണ്. അതെ, അവരൊട്ടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവരൊട്ടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരൊട്ടിക്കാൻ വന്നൊക്കെ ആരുടെ വീട്ടിലാ? ആറാട്ടൻ്റെ വീടിൻ്റെ മതിൽക്കല്ലേ. ആറാട്ടനോട് പുള്ളിക്കാർ അവരൊന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ ആ കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പോൾ പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ നിന്നുപോയി. അങ്ങനെ പുള്ളി പറഞ്ഞത്. പിന്നെ വേറൊരു സംഭവമുണ്ട് ഇതിൽ. പെരേര മൈരൻ അവൻ ആറാട്ടനെ വിളിച്ച് എൻ്റെ പടത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വരാമോ എന്ന് പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ പോസ്റ്റർ കൊണ്ടുപോയി ഒട്ടിക്കാൻ നിൻ്റെ അടുത്തൊക്കെ ആരാ അനുവാദം തന്നെ? ആറാട്ടെണ്ണം പറഞ്ഞാ? പുള്ളി പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത്. ബാക്കി നിങ്ങൾ കണ്ടു. വീട്ടിലാണ് ഒട്ടിച്ചത്. അതെ, ആറാട്ടെണ്ണ അഭിനയിച്ചിട്ടില്ലേ? പിന്നെന്താ പ്രശ്നം? അപ്പൊ ഇത് കൊണ്ടുപോയി പുള്ളി വലിച്ചു കയറുന്ന സംഭവമാണ്. ഇവൻ വലിച്ചു കയറി ഇവനെ ആരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ആ ക്യാമറ പിടിക്കണമെന്ന് ചോദിച്ചില്ലേ, വലിച്ചു കയറാൻ ഇവരാണെന്ന്. ഞാനാണ് വലിച്ചു കയറിയത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാ? എൻ്റെ പേര് ലിബില്ലിന്ന്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാ? അത് നമുക്കൊന്ന് കാണണമല്ലോ. അല്ല, ഇവനാരാ? ഈ നാറി ആരാണ് അത് വലിച്ചു കയറാൻ? ഇപ്പൊ നാറിയില്ലേ, ആ ക്യാമറ പിടിച്ച നാറി, അതായത് അബുദീനം പിടിച്ചവൻ. ഈ നാരിയുടെ ഉപ്പയുടെ വീട്ടിൽ വന്നാണ് ഞാൻ, ഉപ്പുണ്ടാക്കിയ വീട്ടിൽ വന്നാണ് ഞാൻ വലിച്ചു കയറിയത്. പിന്നെ ഇവനെന്തൊരു ഇത്ര കൊള്ളാൻ? ഈ അബുദീനം പിടിച്ചവൻ എന്തൊരു ഇത്ര കൊള്ളാൻ? ഈ അബുദീനം പിടിച്ചവൻ്റെ കാര്യം നിങ്ങൾക്കറിയോ? അതായത് പെരേര നാരയോടൊപ്പം കൂടെ നടന്ന് മറ്റേ വീഡിയോ ചെയ്യാൻ കുറേ പൈസയും കൊടുത്ത് തീറ്റയും നിന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നാള് മറ്റേ ഏതോ റെയിൽവേ സ്റ്റാൻഡിൽ പോയി മെക്കിട്ട് കയറി പട്ടി ഷോ കാട്ടിയ ഒരു നാരിയാണ് ഈ അബുദീനം പിടിച്ചെന്ന് പറഞ്ഞാൽ ഈ നാരി. അവനാണ് ഈ കിടന്ന് തൊലിക്കുന്നത്. എടാ, നിനക്കൊക്കെ ധൈര്യം നീ ആട്ടായത്തിനെ വെച്ചല്ലേ വീഡിയോ ചെയ്യണ്ടേ? നീയൊക്കെ ധൈര്യം നമ്മുടെ അടുത്ത് ചോദിക്കി. നിനക്കത് നിനക്ക് വലിച്ചു കയറിയതിൽ വിഷമം വാങ്ങിയിട്ടില്ല. ആ വിഷമം ഇനിയും ഉണ്ടാവും. അത്ര തന്നെ. അബുദീനം പിടിച്ചവനെ. ഇത് മോശമാണ് ലിബില്ലി കാണിച്ചത്. കാരണം ലിബില്ലിയോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം പോയി. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, ആട്ടായം എന്തിനാ പറഞ്ഞത്? ലിബില്ലിയോട് സ്നേഹം ഉണ്ടായിരുന്നു. ഞാനെന്താ പറയുക, നിന്റെ താത്താന്റെ മോനെ കാണണോ എന്നെ സ്നേഹിക്കേ? എടാ, ഒരു സ്നേഹം നമ്മൾ ആഗ്രഹിക്കില്ല. പിന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന നാരീനെ വേഗം അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ. നാരി അബുദീനം പിടിച്ചവൻ. ലിബില്ലി അവരൊരു വർക്കാണ്, വേരെന്ന് പറഞ്ഞൊരു വർക്കാണ്. അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് അവിടെ ഒപ്പിച്ചു. പക്ഷെ ലിബില്ലി കാണിച്ചു കൂട്ടി ഭയങ്കര പോകർത്തരം തന്നെയാണ്. അവരുടെ വർക്കാണെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിക്കണം. അല്ലാണ്ട് ഈ ഒരു ആറാട്ടൻ്റെ വീട്ടിൽ ഒട്ടിക്കാൻ ആറാട്ടെണ്ണം പറഞ്ഞോ? എൻ്റെ അടുത്ത് ഇപ്പോൾ ആറാട്ടെണ്ണം തന്നെ പറഞ്ഞ എൻ്റെ അടുത്ത് അനുവാദമൊന്നും ചോദിച്ചില്ല. അവർ കൊണ്ടുവന്ന് ഒട്ടിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളെന്തിനാ അവിടെ കൊണ്ടുപോയി ഒട്ടിക്കണേ? അല്ലാണ്ട് ഒരാളുടെ വീടിൻ്റെ നിൻ്റെയൊക്കെ ഈ പോസ്റ്റർ കണ്ടിട്ട് വേണം പുള്ളിയുടെ വീട്ടിലേക്ക് കയറാൻ. എന്ത് കാര്യമുണ്ട് അതിൽ? അതായത് ചുരുക്കി പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ നാലാളെ അറിയണം. പുള്ളിയുടെ ആറാട്ടിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ പോസ്റ്റർ കാണുമ്പോൾ നാലാളെ അറിയണം. അതിന് വേണ്ടി തന്നെയാണ് ഈ തെണ്ടിത്തരം കണ്ടത്. ഈ തെണ്ടിത്തരം പുള്ളിയുടെ അമ്മയും പറഞ്ഞു ഒന്ന് മാറ്റിക്കളയാൻ പറഞ്ഞു. അത് കാരണം തന്നെ കാട്ടി കളഞ്ഞേ. നിനക്കൊക്കെ അങ്ങനെ കുത്തിക്കൊള്ളണ്ടെങ്കിൽ പോയി വല്ലയിടത്തും പോയി തീർക്ക്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ അബുദീനം പിടിച്ച നാരി എന്ന് പറഞ്ഞവനുണ്ടല്ല, ആ നാരിയാണ് ഈ എരിപിരി കയറ്റി നിന്നെ കൊണ്ട് ഈ വീഡിയോ പിടിപ്പിക്കുന്നത്. ആ അബുദീനം പിടിച്ചവൻ അവരെങ്ങനെയാണ് ഞാൻ പറയാനുള്ള ഒന്നും കൂടുതൽ. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യും, നമുക്ക് നോക്കാം. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഒരിക്കലും യോജിക്കരുത്. അല്ല, നിന്റെ യോജിപ്പൊക്കെ എനിക്ക് കിട്ടിയിട്ട് എനിക്കെന്തൊരു ചെയ്യണ്ടേ? നിൻ്റെയൊക്കെ യോജിപ്പ് എനിക്ക് കിട്ടിയിട്ട് ഇപ്പം എന്തിട്ടാ കടയിൽ പോയി അരി വാങ്ങാനോ എന്തെങ്കിലും കാര്യങ്ങൾ പറ്റുമോ? നിൻ്റെയൊക്കെ യോജിപ്പ് എനിക്ക് കിട്ടിയിട്ട് പോടാ. അബുദീനാർന്ന് പറഞ്ഞാൽ അബുദീനം പിടിച്ചവനെ നാറി.